അമൃത ടിവിയിലെ ക്യാമറമാൻ എസ് പ്രേംശങ്കറിനെ അനുസ്മരിച്ച് തലസ്ഥാന നഗരിയിലെ മാധ്യമ സുഹൃത്തുക്കൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനും ജനം ടി വി മാനേജ്മെന്റ് അഡ്വൈസറുമായ കെ സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ബിജെപി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ്, കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയവരും പ്രേംശങ്കറിനെ അനുസ്മരിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ ഇടനാഴികളിലും മാധ്യമപ്രവർത്തകരുടെ ഇടയിലും നിറഞ്ഞ ചിരിയുമായി നിന്ന പ്രേംശങ്കർ ഇന്ന് ഓർമ്മയാണ്. പ്രേമിനെ ഓർക്കാൻ ഒത്തുകൂടിയവർക്കൊക്കെയും പറയാനുണ്ടായിരുന്നത് ഒരേ കാര്യങ്ങൾ തന്നെ. ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും മടികൂടാതെ ഏറ്റെടുക്കുന്ന പ്രേംശങ്കർ എല്ലാവർക്കും മാതൃകയാണെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകനും ജനം ടി വി മാനേജ്മെന്റ് അഡ്വൈസറുമായ കെ സുരേഷ് ബാബു പറഞ്ഞു. വളരെ ഡൈനാമിക്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു പണി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ രാത്രി വൈകി നിൽക്കാനോ ഒന്നും ഒരു മടിയും കാണിക്കാത്ത, ജോലിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്വഭാവമായിരുന്നു. ഡൽഹി ഇപ്പം പലർക്കും ഒന്ന് ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രേം ഇങ്ങോട്ട് വന്ന് ചോദിക്കരുത്, ഞാൻ ഡൽഹിയിൽ പോവാം. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അത്യാവശ്യം മറ്റ് കലാപരിപാടികളുണ്ട്, ഇതാകുമ്പോൾ വീട്ടുകാരുടെ കൺട്രോൾ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഡൽഹിയിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡൽഹി വിട്ടു. ഡൽഹിയിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. ബിജെപി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ്, കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരും പ്രേമിനെ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിഴലായി, പ്രേമിനെ നല്ല വഴിക്ക് കൊണ്ടുപോകാനായി, പ്രേമിന്റെ ജീവൻ നിലനിർത്താനായി എത്രയോ വർഷങ്ങളായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, ബിജു ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെല്ലാം ഇങ്ങനെ ദുഃഖം കടിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് ആ കുടുംബത്തെ ഓർത്തുകൂടിയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. തന്നാലായത് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രേമിൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കാളിയാകുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി എല്ലാവരോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇത്രമാത്രം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ, നിങ്ങൾ ഓരോരുത്തരുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി ഞാനും പങ്കുചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട പ്രേമിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ജഗദീശനോട് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മക്കൾ അവസാനിപ്പിക്കും. അമൃത ടി വി ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PR പ്രവീൺ, സെക്രട്ടറി R രാധാകൃഷ്ണൻ, ട്രഷറർ V വിനീഷ്, CR ചന്ദ്രൻ തുടങ്ങി നിരവധി മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.